Boche Gold and Diamonds. Buy now, pay later. പോലീസും സ്കൂൾ അധികൃതരും ചേർന്ന് വരുത്തിവെച്ച വിനയാണ് വ്യാസ വിദ്യാപീഠം വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി രുദ്രയുടെ ആത്മഹത്യയെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ. ബോംബിനെ പന്നിപ്പടക്കമാക്കാൻ ശേഷിയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. കാരണം ആ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പല വിധത്തിലുള്ള പീഡനങ്ങളും റാഗിങ്ങുകളും നടക്കുന്ന അന്തരീക്ഷമാണ് മിക്ക വിദ്യാലയത്തിലുള്ളത്. അത് പലപ്പോഴും ഇതിലും ഞാൻ അറിയാൻ കഴിഞ്ഞ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കേട്ടത്, ഇതിനെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു, ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് പരാതി കൊടുത്തു, എന്നിട്ടും അതിന് പരിഹാരം കാണുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആത്മഹത്യ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ആർക്കാണ് ഇത് വീഴ്ച സംഭവിച്ചത്? ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ആ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരാര്, അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ മാർച്ചിലുള്ളത്. രുദ്രയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദുരൂഹതകൾ നിറഞ്ഞ നിലയിലാണ് വ്യാസ വിദ്യാപീഠത്തിന്റെ പ്രവർത്തനം. കഴിഞ്ഞ 20-ന് പോലീസ്, സ്കൂൾ അധികൃതർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. എന്തും ഒതുക്കി തീർക്കാൻ കരുത്തുള്ള സ്കൂൾ അധികൃതർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെന്നും തങ്കപ്പൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, UDF കൺവീനർ P ബാലഗോപാൽ, കൗൺസിലർമാരായ മോഹൻ ബാബു, പ്രദീപ, C ഭവദാസ്, സുധാകരൻ പ്ലക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.